ഹലോ, എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും? കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഒന്നും എടുക്കലില്ല. എന്നാൽ റൂമിൽ നോമ്പല്ലേ, നോമ്പായതുകൊണ്ട് ഒരു മാസമല്ല, ഒരു മാസം 10 ദിവസം ലീവ് ചെയ്യുന്നു. അപ്പോൾ റൂമിൽ ഇങ്ങനെ ഇരിക്കും. രാത്രി ഓട്ടം ഉണ്ടാവും, പുലർച്ചെ വരെ ഓട്ടം ഉണ്ടാവും. പിന്നെ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് കിടന്നാലേ ഉച്ചക്ക് 12:30 നീച്ച് അങ്ങനെ ശീലമായി. പിന്നെ ഇപ്പോൾ ഉറക്കം പെരുന്നാൾ കഴിഞ്ഞിട്ടും അതേമാതിരിയാണ്. രാത്രി ഉറക്കല്ല, കിടന്ന് ഇങ്ങനെ തിരിഞ്ഞ് മറിയാന്നല്ലാതെ ഞാൻ ശീലമാണ്. ഉറക്കം കിട്ടില്ല രാത്രി. ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ആയി. എന്താ റൂമിൽ ഇങ്ങനെ ഇരിക്കല്ല, എന്ത് കണ്ടന്റ് ഒന്നുമില്ലല്ലോ, നമുക്ക് പുറത്ത് പോകണില്ല. അല്ലെങ്കിൽ തന്നെ ഓട്ടല്ല. നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട്, ജുനൈസ് മണ്ണാർക്കാടൻ തോന്നുന്നുണ്ട്. ഓൻ ഇടയ്ക്ക് ചാറ്റ് ചെയ്യും നമ്മളോട് മെസ്സേഞ്ചറിൽ. അപ്പോൾ ഓൻ പറഞ്ഞ എന്താ നിങ്ങളിപ്പോൾ വീഡിയോ ഇടാത്ത ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ ഇടാൻ എന്താ കണ്ടന്റ് എന്തെങ്കിലും വേണ്ട, റൂമിലിങ്ങനെ ഇരിക്കല്ലേ. അപ്പോൾ ഇന്നലെ ഓൻ രാത്രി ചാറ്റ് ചെയ്താൽ പറഞ്ഞ വീഡിയോ ഇടി നിങ്ങൾ നോക്കി നമുക്ക്. അങ്ങനെ ഓൻ്റെ ഒരു താല്പര്യപ്രകാരം ഇടുക വീഡിയോ. റൂമിൽ നിന്ന് മദ്രസ പോവാൻ വരിക, വേറെ പ്രത്യേകിച്ച് ഹോട്ടലല്ലോ. അപ്പം പിന്നെ കണ്ടന്റുകൾ ഇല്ലാത്തതുകൊണ്ടേ ഇടാത്താണ് വീഡിയോ. വെറുതെ ഇങ്ങനെ ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. എന്നാലും നമുക്ക് 100-400 സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ ഇപ്പോൾ. ആദ്യം ഒരു 10 ആവട്ടെ എന്ന് വിചാരിച്ചു, പിന്നെ 50 ആവട്ടെ വിചാരിച്ചു, പിന്നെ 100 ആയാൽ മതി എന്ന് വിചാരിച്ചു സബ്സ്ക്രൈബർ. അപ്പം 400 ആയി. ഇതൊക്കെ തന്നെ വലിയ കിട്ടലല്ലേ. അപ്പം ഇനി മദ്രസ ഉണ്ടോ ഇല്ലേന്ന് തന്നെ അറിയില്ല. മദ്രസ ഉണ്ടെന്ന് വ്യാഴാഴ്ചയാണെന്ന്. മിക്കവാറും വ്യാഴാഴ്ച ഇവര് മദ്രസ പോലില്ല. അപ്പോൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മളെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക. വന്നൊരു വരികയാണെങ്കിൽ 6:39 ആയില്ലേ, 6:40 6:50 ഒക്കെ ടൈമിലാണ് കയറുക. അല്ല ഒരു 7 മണി വരെ നോക്കും. വന്നിട്ടില്ലെങ്കിൽ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് നമുക്ക് നമ്മളെ ചോറുണ്ടാക്കലും ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കും. അല്ല മദ്രസ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടേ നല്ല മലയാളീസിൻ്റെ ബൂഫി ഉണ്ട്, അവിടെ പോയി സാൻഡ്വിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. നാട്ടിൽ ഇനി 2 മാസം കൂടിയും കഴിഞ്ഞാൽ വലിയൊരുനാൾ കഴിഞ്ഞാൽ ഇവിടെ സ്കൂൾ പൂട്ടും. ഇപ്രാവശ്യം 49 ദിവസക്കുള്ള ലീവ്. 2 വർഷം അടുപ്പിച്ച് നിൽക്കണം നടക്കൂല. അപ്പോൾ വർഷം പോയി വരികയാണ് സുഖം. ഒരു ടിക്കറ്റ് നമ്മളെടുക്കുക, ഒരു ടിക്കറ്റ് ഓരെടുക്കും, അങ്ങനെ. അപ്പോൾ പോയി വന്നിട്ട് 7 മാസമായിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി സമ്മതിക്കുവാറില്ല, എന്നാലും ചോദിച്ചു നോക്കാം. 2 വർഷം പിന്നെ പോക്ക് കാരണം പിന്നെ 1 വർഷം നിൽക്കണം. അപ്പോൾ ഒരുപാടാവും. അപ്പോൾ ചോദിച്ചു നോക്കണം. അതിൻ്റെ ഒരു മൂപ്പരിങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോഴൊക്കെ ഫീലേ ചോദിച്ചു നോക്കണം. കുറച്ചും കൂടിയാണ് കൈയ്യട്ട വെച്ചിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഡ്രൈവർമാർ ഒരുപാട് പേര് ഇവിടുന്ന് പോയി, ഇപ്പോൾ നിർത്തിപ്പോയി. പക്ഷേ വിസ ആരും പുതിയ വിസ ചോദിക്കണില്ല, വിസ പറയണത് തന്നെ കേൾക്കണില്ല. ഇവിടെ അല്ല ആരെങ്കിലും ഫ്രീ വിസക്ക് വന്നാലും ഡ്രൈവറായിട്ട് വെക്കുകയാണ് ഇപ്പോൾ. എന്താ പറയുക, ഇവർക്കും ബുദ്ധിമുട്ടില്ല, ഈ ഡ്രൈവർമാർക്കും ബുദ്ധിമുട്ടില്ല. ഇഷ്ടമല്ല പോലും വേണ്ടാറിന് പോവുകയും ചെയ്യുക. മറ്റുള്ള ബാധ്യതകൾ ഇവർ ഏൽക്കും വേണ്ടല്ലോ. കഫീലന്മാർ ഇക്കാമ പുതുക്കലും മറ്റതൊന്നും ഇവർ നോക്കും വേണ്ട. അപ്പോൾ അങ്ങനത്തെ ഐഡിയയിലാണ് ഇപ്പോൾ ഇവിടെ പോകുന്നത്. ഡ്രൈവർ ചാൻസ് ഒക്കെ വളരെ കുറവ്. ഡ്രൈവർ ചാൻസിൻ്റെ ഇഷ്ടം പോലെ ഒക്കെ ഫ്രീ വിസക്കാർക്കാണ് കൊടുക്കുന്നത്. പുറമെ നാട്ടിലുള്ള വിസ ഒന്നും ഇല്ല ഇപ്പോൾ, പറയണ തന്നെ കേൾക്കലില്ല പുതിയ വിസ. അപ്പോൾ ഉള്ളതൊക്കെ ഉള്ളതിമ പിടിച്ച് നിൽക്കുക. ഇനിയൊരു വിസ പറഞ്ഞാൽ നാട്ടിൽ പോയിട്ട് വേറൊരു പുതിയ വിസക്ക് വരിക പറഞ്ഞാൽ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അടുത്തൊന്നും. പിന്നെ ലോകകപ്പ് വരുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഞാൻ 10 കൊല്ലം ഉണ്ടല്ലോ ലോകകപ്പിനൊക്കെ അനുബന്ധിച്ചിട്ട് ഇഷ്ടംപോലെ പണി ഉണ്ടാവും, ചാൻസ് ഉണ്ടാവും. അത് കമ്പനി മൂലമേ നമുക്ക് കിട്ടുള്ളൂ, കമ്പനി വിസകളെ കിട്ടുള്ളൂ. ഫ്രീ വിസക്കാർക്ക് വന്നാലൊന്നും അവിടെ പണി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നാട്ടിൽ നിന്ന് ഇൻ്റർവ്യൂ എടുത്ത് കമ്പനി മുഖേന വരുള്ളൂ. അതിനാണെങ്കിൽ ശമ്പളം കുറവാകും. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ ഒരു വിസ ഇനി നമ്മൾ പോയിട്ട് നാട്ടിൽ പോയിട്ട് വേറൊരു ഡ്രൈവർ വിസക്ക് വരാമെന്ന് പറഞ്ഞാലൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കാലമൊക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ എല്ലായ്മ പിടിച്ച് തൂങ്ങിക്കോളി. ഏതായാലും സ്കൂളിൽ പോട്ടെ, പോയി വന്നിട്ട് ബാക്കി. അങ്ങനെ മദർസിൽ പോയി വന്നു. ഇന്ന് പെണ്ണിന് മാത്രമുള്ള മദർസ് ഉണ്ടായിരുന്നു, ചെക്കന് ലീവാ. ചെക്കൊപ്പം വന്നിരുന്നു. അവന് തിരിച്ച് വരുമ്പോൾ ധനോബിൽ കയറണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ധനോബിൽ കയറിയിട്ടുണ്ട്.
ഞാൻ ഇപ്പം എൻ്റെ നാസ്ത മിസ്സായി. മറ്റേത് ചെറുക്കൻ്റെ സ്കൂളിൻ്റെ അവിടെയാണ് നമ്മളെ ബൂഫി ഉള്ളത്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പൂലും തമ്മീസും എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടേ കഴിക്കേണ്ടി വരും ഇന്ന്. പിന്നെ ചോറുണ്ടാക്കുക ഉച്ചക്ക്. തൂനുണ്ട് കുറച്ച് ബാക്കി. അപ്പോൾ തൂനക്കറിയും ചോറും അതായിക്കോട്ടെന്ന്. ഇനി പെണ്ണിനെ ഒരു 11:30 ആകുമ്പോൾ പോയി എടുത്താൽ മതി. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം 4 വണ്ടിയൊക്കെ കണ്ടെന്ന്. അതൊക്കെ തന്നെ ഇന്നത്തെ ഡ്യൂട്ടി. എൻ്റെ വണ്ടി ആൾട്ടാക്കി നമ്മളെ കൂട്ടുകാരൻ്റെ വണ്ടിയിൽ അടുത്തുള്ള ഹോട്ടലിലേക്ക് ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പം അത് തൂനക്കറി ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് മാറ്റി പിടിച്ചിട്ട് തക്കാളി കറി, ചോറ്, ഒരു 3 കഷ്ണം മീനും പൊരിച്ചു. അതായിക്കോട്ടെ. അപ്പം അങ്ങനെ ഞാൻ ചോറൊക്കെ തിന്നിട്ടേ ഒരു 2 മണിക്കൂർ ഒന്ന് കിടക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.